LDC പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും 2024 ആദ്യ മാസങ്ങളിലെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ നോക്കണം. അതിനുവേണ്ടി ഈ ഒരു 2024 ആദ്യ മാസങ്ങളിലെ PSC ബുള്ളറ്റിൽ നിന്നൊക്കെയുള്ള എല്ലാ കറണ്ട് അഫേഴ്സും നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമനങ്ങൾ പ്രധാനമായും നിങ്ങൾ നോക്കണം. നിയമനങ്ങളുടെ ഒരു ഭാഗവും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമനങ്ങളുടെയും അതുപോലെ PSC ബുള്ളറ്റിൻ്റെയൊക്കെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ PDF നോക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ കുറച്ചായിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. കാരണം PDF നമ്മൾ മൊത്തം വായിക്കത്തില്ല ഒരു പരീക്ഷയ്ക്ക് മുമ്പുള്ള ടെൻഷനി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചുമ്മാ റിലാക്സ്ഡ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ പോയിന്റ് നിങ്ങൾ പോലും അറിയാതെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കുറച്ച് സമയമല്ലേ ഉള്ളൂ പരീക്ഷയ്ക്ക്, അപ്പോൾ പോയിന്റ് കിട്ടും. അപ്പോൾ മുഴുവൻ കേട്ടൊന്ന് സുപരിചിതമായിട്ട് പോകുമോ ഈ പോയിൻ്റൊക്കെ. ഓക്കെ, 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യർക്കും ലഭിച്ചു. 21 ലക്ഷം രൂപയും വാഗ്വേദി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗുൽസാറിനും രാം ഭദ്രാചാര്യർക്കും 2023 ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ 2024 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഏഷ്യൻ ബാഡ്മിൻ്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം. ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത്. അപ്പോൾ ഏഷ്യൻ ബാഡ്മിൻ്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യ സ്വർണം നേടി. ഫൈനലിൽ ഏത് രാജ്യത്തെയാണ് തോൽപ്പിച്ചത്? തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വിജയിച്ചത്. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു. ഓർക്കുക, മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു. സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റായും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റ്, അതുപോലെ ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം 12.77 കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേ തുരങ്കം, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 ജമ്മു ഉദ്ധംപൂർ മുതൽ ബാരാമുള്ള വരെയുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം 12.77 കിലോമീറ്ററാണ്. T50 ജമ്മു ഉദ്ധംപൂർ ബാരാമുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ബാഫ്ത ഫിലിം അവാർഡ്സിൽ ഓപ്പൺഹൈമറിന് മികച്ച ചിത്രം. ഓപ്പൺഹൈമറാണ് മികച്ച ചിത്രം. മറ്റേ റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ കഥ പറയുന്ന ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ കഥ പറയുന്ന ഓപ്പൺഹൈമറാണ് ബാഫ്തയിൽ മികച്ച ചിത്രം. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. നടൻ കീലിയൻ മർഫി. ഇതിലെ ഓപ്പൺഹൈമറായിട്ട് അഭിനയിച്ചത് കീലിയൻ മർഫിയാണ്. പീക്കി ബ്ലൈൻഡേഴ്സിലൊക്കെ അഭിനയിച്ച പുള്ളിയിലെ കീലിയൻ മർഫിയാണ് ഓപ്പൺഹൈമറായിട്ട് അഭിനയിച്ചത്. 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമറിന് ലഭിച്ചത്. പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. എമ്മ സ്റ്റോൺ ആണ് ബാഫ്തയിൽ മികച്ച നടി. എമ്മ സ്റ്റോൺ ബാഫ്തയിൽ മികച്ച നടിയായിട്ടും തിരഞ്ഞെടുത്തു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന് ലഭിച്ചു. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നത്. അപ്പോൾ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് പിണറായി വിജയൻ ഭേദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യസംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. ഗഗൻയാൻ ബഹിരാകാശ സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പ്രിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന്, ഉർമിയൊക്കെ സംവിധാനം ചെയ്ത അതുപോലെ തന്നെ പ്രശസ്തനായ ഒരു സിനിമാറ്റോഗ്രാഫറാണ് അദ്ദേഹം.
ഇപ്പോൾ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം, കാൻ ഫിലിം ഫെസ്റ്റിവൽ 2024 പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന് ലഭിച്ചു. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസ്. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസ്. പുലിറ്റ്സർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കാശ്മീർ സ്വദേശിനിയാണ്. അപ്പോൾ സന ഇർഷാദ് മട്ടു, കാശ്മീർ സ്വദേശിയായ സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസ് ലഭിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ. ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി ബി ഹരിനായരെ നിയമിക്കും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിക്കും. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമുരിനോറം എന്ന് പേര് നൽകി. വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമുരിനോറം എന്ന പേര് നൽകി. നെക്സ്റ്റ് പോയിന്റ്, 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് ലഭിച്ചു. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് ജാൻ നിക്കോൾ ലോഫി ഈ സെഞ്ചുറി നേടിയത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം എം മുകുന്ദന്. 2024 കൊടുത്ത ദേശാഭിമാനി പുരസ്കാരം എം മുകുന്ദന്. കേരള ബാങ്കിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടി എം ചാക്കോ ചുമതലയേറ്റു. കേരള ബാങ്കിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ. പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി വിപിൻ ചന്ദ്ര അഞ്ചാരിയ നിയമിക്കപ്പെട്ടു. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് വിപിൻ ചന്ദ്ര അഞ്ചാരിയ. ലോക്പാലിൻ്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കാറെ രാഷ്ട്രപതി നിയമിച്ചു. ലോക്പാലിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കാർ. കരസേന ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. കരസേന ഉപമേധാവി ഉപേന്ദ്ര ദ്വിവേദി. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. അതിജീവനം എന്നത് വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ്. വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 2006 രാജ്യം പത്മശ്രീ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നാഗർ അന്തരിച്ചു. ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായി സുഹാസിനി പ്രശസ്തയായത്. അപ്പം ദംഗൽ സിനിമയിലെ പ്രശസ്തയായ കഥാപാത്രം ചെയ്ത സുഹാസിനി ഭട്നാഗർ 19 വയസ്സായിരുന്നു. ആ കുട്ടി അന്തരിച്ചു. സുഹാസിനി ഭട്നാഗർ. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചു. അന്തരിച്ചു. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ ജേതാവുമാണ് അദ്ദേഹം. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കഥകളി ആചാര്യൻ വാഴേങ്കട വിജയൻ അന്തരിച്ചു. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളാണ് അദ്ദേഹം. കഥകളി ആചാര്യൻ വാഴേങ്കട വിജയൻ അന്തരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാനി അന്തരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകനായ കുമാർ സാനി അന്തരിച്ചു എന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിന്. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം 2024 കൊടുത്തത് സാറാ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിന്. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിക്ക് അർഹയായി. അപ്പം യുവ എഴുത്തുകാരിയായ രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിക്ക് യുവ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം ലഭിച്ചു.
അതുപോലെ മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം ആർക്ക് എന്ന് ചോദിച്ചാൽ സാറാ ജോസഫിനാണ്. സാറാ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷപ്നീം ഇസ്മായിലിന് വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബോൾ ചെയ്തതിൻ്റെ റെക്കോർഡ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റലിനെതിരായ മത്സരത്തിൽ 132.1 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത്. അപ്പം വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബോൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷപ്നീം ഇസ്മായിലിന് 132.1 km/h സ്പീഡ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ മോദി ഉദ്ഘാടനം ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലഭിച്ചു. ലെബനൻ്റെ യസ്മിന സെയ്മൻ ആണ് 2ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ലെബനൻ്റെ യസ്മിന സെയ്മറാണ് 2ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞില്ല എന്നും ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമായി കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി കൊച്ചിയെ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് MG യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ പേര്. ഓർത്തിരിക്കുക, മിഷൻ ദിവ്യാസ്ത്ര. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കൃത പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ പേര്. അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണം മിഷൻ ദിവ്യാസ്ത്ര. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലെ തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ മോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ആയ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ അമൃത പ്രീതം എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. 96ാമത് ഓസ്കാർ അവാർഡ്സിൽ 7 പുരസ്കാരങ്ങളുമായി ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, അതുപോലെ സംവിധായകൻ, നടൻ, സഹനടൻ തുടങ്ങിയ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമറിന് ലഭിച്ചത്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ, മികച്ച സംവിധായകൻ ഓപ്പൺഹൈമറിൻ്റെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ ഓപ്പൺഹൈമറിൻ്റെ കഥാപാത്രം അഭിനയിച്ച കിലിയൻ മർഫി, മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ നമ്മുടെ അയൺമാൻ തുടങ്ങിയ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമറിന് 96ാമത് ഓസ്കാറിൽ ലഭിച്ചത്. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ് പുവർ തിങ്സ് എന്ന ചിത്രത്തിന് മികച്ച നടി എമ്മ സ്റ്റോൺ. സഹനടി ഡവൈൻ ജോയ് റാൻഡോൾഫ് ദ ഹോൾഡോവേഴ്സ് എന്ന ചിത്രത്തിനാണ് സഹനടിക്ക് ഡവൈൻ ജോയ് റാൻഡോൾഫിന് പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, മലയാളിയായ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാ രത്നം പുരസ്കാരത്തിന് ട്രീസ ജോളി
ജിലു മോൾ, മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട് എന്നിവർ അർഹരായി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പ് രാജിവെച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എഡ്യൂപോർട്ട്. മലപ്പുറത്തത് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എഡ്യൂപോർട്ട്. മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന്. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന്. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ് സി സ്പേസ്. നെതർലാൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിന്. ഇറാസ്മസ് പ്രൈസ് അമിതാഭ് ഘോഷിന് ലഭിച്ചു. തിരക്കഥാകൃത്തും ഡോക്യുമെൻ്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അന്തരിച്ചു. പ്രശസ്ത ചിത്രകാരൻ ദളിത് ബന്ധു NK ജോസ് അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഭാസുരേന്ദ്ര ബാബു അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച ഭാസുരേന്ദ്ര ബാബു മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്നു. ഫസ്റ്റ് പോയിന്റുമായി ബന്ധപ്പെട്ട് 3 സിനിമയുടെ പേരുകൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഓർത്തിരിക്കണം. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയും, അതുപോലെ തടവ് എന്ന സിനിമയും, ആട്ടം എന്ന സിനിമയും. ഈ 3 സിനിമയും കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമകളാണ്. എന്തൊക്കെയാണെന്ന് പറയാം. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമയായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. അപ്പോൾ ജാപ്പനീസ് സിനിമയായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റിനാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ലഭിച്ചത്. രണ്ടാമത് പറഞ്ഞ സിനിമ ഏതാണ്? തടവ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് എന്ന ചലച്ചിത്രം സ്വന്തമാക്കി. അപ്പോൾ രജത ചകോരം ലഭിച്ചത് തടവ് എന്ന സിനിമയ്ക്ക് ഫാസിൽ റസാഖിൻ്റെ ചിത്രമാണ് തടവ്. സുവർണ ചകോരം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ജാപ്പനീസ് സിനിമ, രജത ചകോരം തടവ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമ സ്വന്തമാക്കി. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷനും ലഭിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചുവെന്നും ഇക്കൂട്ടത്തിലൊന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തു. 67 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ 2024 ജനുവരിയിൽ നിയമിതനായിരുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ 2024 ജനുവരിയിൽ നിയമിതനായി. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. അപ്പോൾ ആശാൻ സ്മാരക പുരസ്കാരം 2022 ആ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇപ്പോൾ ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാറിന്. ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. 2024 ജനുവരിയിൽ IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്.
അപ്പോൾ IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് 2024 ജനുവരി മാസത്തിൽ ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്കാണ് അത് അർഹനായത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത്. 24.75 കോടി രൂപയ്ക്കാണ് താരത്തെ സ്വന്തമാക്കിയതെന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അപ്പോൾ അവരുടെ പേരൊന്ന് ഓർത്തിരിക്കുക, ഫാത്തിമ വസീം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ഈ കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. എന്നോട് പറയാം, ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. അപ്പോൾ 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണെന്ന് ഓർക്കുക. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥി വന്നായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ 2024 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയായിരുന്നു. 2 ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്ക് അംഗീകാരം. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും അതുപോലെ വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നോട് പറയാം, ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. ഒറ്റവട്ടോടെ പറയാം, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. കൃതിയുടെ പേരെന്താണ്? മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും അർഹരായി. അപ്പോൾ പരമോന്നത കായിക പുരസ്കാരമായ ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡ് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായിരാജ് രംഗറെഡ്ഡിക്കും ലഭിച്ചു. മലയാളിയായ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. അപ്പോൾ ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കറിൻ്റെ ഇനം ഏതാണ് എന്നൊക്കെ ഒരുപക്ഷെ ആ രീതിയിലും ചോദിക്കും. നമ്മൾ ഓരോ പോയിന്റും പഠിക്കുമ്പോൾ അതിനകത്ത് 100 പോയിന്റുകളാണ് വേറെ ഉള്ളത്. അപ്പം മലയാളിയായ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറിനും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കും അർജുന അവാർഡും ലഭിച്ചു. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഇ ഭാസ്കറിന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡും ലഭിച്ചു എന്ന് ഇക്കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ മാറി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ഈ സെഞ്ചുറി കൈവരിച്ച് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ഇതൊക്കെ പല മേഖലകളിൽ PSC ചോദിക്കാം. ഓർത്തോളുക, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. പേരത്തിൻ്റെ ബാല്യം ഉണ്ടല്ലോ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശരണബാല്യം.
CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. 2024 ജനുവരിയിൽ CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ അന്തരിച്ചു. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ അന്തരിച്ചു. ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണ റാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. അപ്പോൾ ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഇന്ത്യക്കാരനായിരുന്ന കൃഷ്ണ റാം ശർമ്മയായിരുന്നു. അദ്ദേഹം 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിലാണ് 77-ൽ സ്വന്തം സഹോദരനിൽ നിന്ന് വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്റ്റ് ഫ്രാൻസ് അന്തരിച്ചു. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായിരുന്നു ആർബ്രഷ്റ്റ് ഫ്രാൻസ്. 85 വയസ്സായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടുന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. അടുത്തിടെ അന്തരിച്ച ടി.എ. ജാഫർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ചോദ്യം വരാം. പുറത്തുകൊള്ളുക, കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഫുട്ബോളർ ടി.എ. ജാഫർ. അദ്ദേഹം അന്തരിച്ചു. 79 വയസ്സായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായൺ അന്തരിച്ചു. 50 വയസ്സായിരുന്നു. 51. അപ്പം നാടകരചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണനാണ് അന്തരിച്ചത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് അദ്ദേഹം. തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് 2024 ആദ്യ മാസങ്ങളിൽ അന്തരിച്ചു. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2023 അവസാനം പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു എന്ന് ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. അവരുടെ ആ ഒരു വാർത്താവായനയും ന്യൂസും ഒക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറായിരുന്നു ഹേമലത. അവർ ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. 16-ാം ധനകാര്യ കമ്മീഷൻ 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഈ 1-ാം ധനകാര്യ കമ്മീഷനും 2-ാം ധനകാര്യ കമ്മീഷനൊക്കെ പരീക്ഷയ്ക്കും പഠിച്ചിട്ട് വെക്കണം കേട്ടോ. അതൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. KC നിയോഗി, KS സന്താനം, AK ചെദ്ദ, PV രാജമന്നാർ, അങ്ങനെ ഓർഡറിലാണ് ഇത് പോകുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വെക്കണം. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. നമ്മുടെ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്, രാജ്യാന്തര സംഘടനയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുതിയ സ്ഥിര അംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. നമ്മൾ പറയാം, ബ്രിക്സിൽ പുതിയ സ്ഥിര അംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി BR ഗവായ് നിയമിതനായി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതി ജഡ്ജിയായ BR ഗവായ് നിയമിതനായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ എന്നറിഞ്ഞിരിക്കുക. ടേം ഓർത്തിരിക്കുക, സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ എന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്. വൈസ് അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. ദിനേശ് K. ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി 2023 അവസാനം നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം AI പ്ലാറ്റ്ഫോം, ബഹുഭാഷ AI പ്ലാറ്റ്ഫോമാണ് കൃത്രിം എന്ന് അറിഞ്ഞിരിക്കുക. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ N. രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന്. അപ്പോൾ N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ശശി തരൂരിന് ലഭിച്ചു.
2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം വിരാട് കോഹ്ലിക്ക്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് വീരമംഗൈ വേലു നാച്ചിയാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം വീരമംഗൈ വേലു നാച്ചിയാർ. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. അപ്പോൾ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് നഗരമാണ്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിൻ്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. അപ്പോൾ ട്രിപ്പ് അഡ്വൈസറിൻ്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ദുബായ്ക്കാണ് ലഭിച്ചതെന്ന് ഇക്കൂട്ടത്തിൽ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമാണ് അടുത്തിടെ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഡീൻ എൽഗാർ. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമായ ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതിയാണ് സുജലം. പദ്ധതി ഓർത്തിരിക്കുക, സുജലം. കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതിയാണ് സുജലം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. എല്ലാത്തരവല്ലേ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായി MR വിജി ചുമതലയേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായ MR വിജി ചുമതലയേറ്റു. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് സവേര പ്രകാശ്. ഡോക്ടർ സവേര പ്രകാശ്. പാകിസ്ഥാൻ്റെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയുടെ പേര് സവേര പ്രകാശ്. പ്രകാശല്ല, പ്രകാശ്. സവേര പ്രകാശ്. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത സവേര പ്രകാശ്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP രശ്മി ശുക്ൽ നിയമിതയായി. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി രശ്മി ശുക്ൽ നിയമിതയായി. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. അപ്പം ഓപ്പൺഹൈമർ നമ്മുടെ റോബർട്ട് ഓപ്പൺഹൈമറുടെ ജീവചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അറ്റം മുമ്പ് എൻ്റെ സൃഷ്ടാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയായ ഓപ്പൺഹൈമർ ക്രിസ്റ്റഫർ നോളനാണ് സംവിധാനം ചെയ്ത്. ആ സിനിമയ്ക്ക് 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. 89ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ. അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബാരൻ ബോയിമിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. അലി അബു അവാദ്, സംവിധായകൻ ഡാനിയൽ ബാരൻ ബോയിമിൻ ആട്ടോ. ഡാനിയൽ ബാരൻ ബോയിമിൻ. അലി അബു അവാദ് ഡാനിയൽ ബരൻ ബോയിമിൻ. അലി അബു അവാദ് ഡാനിയൽ ബരൻ ബോയിമിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂർ ജില്ലയാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. PN ഗോപികൃഷ്ണൻ ആട്ടോ, ഗോപാലല്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് 2023 ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണൻ. ഇപ്പോൾ ഓടക്കുഴൽ ഉപയോഗിക്കുന്നത് കൃഷ്ണനാണല്ലോ, അപ്പോൾ അവിടെ ഒരു കൃഷ്ണനുണ്ട്, ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 2023 ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണന്. മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന TH മുസ്തഫ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റഷീദ് ഖാൻ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റഷീദ് ഖാൻ. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ഉസ്താദ് റാഷിദ് ഖാൻ. അദ്ദേഹം അന്തരിച്ചു. ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം
ഫ്രാൻസ് ബെക്കർ ബോവർ അന്തരിച്ചു. ഫ്രാൻസ് ബെക്കൻ ബോവർ ജർമ്മൻ ഫുട്ബോളറായ ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. ഓർത്തിരിക്കുക, ജർമ്മൻ ഫുട്ബോളർ ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം റോഹൻ ബൊപ്പണ്ണ. 43-ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എപ്റ്റനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. അപ്പോൾ ഇന്ത്യയുടെ റോഹൻ ബൊപ്പണ്ണ 1ാം റാങ്കിൽ എത്തിയ ഒരു പോയിൻ്റാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ടെന്നീസിൽ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരമായ റോഹൻ ബൊപ്പണ്ണ മാറി. 43-ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടിയെന്ന് അറിഞ്ഞിരിക്കുക. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. അപ്പോൾ 2023 അവസാനം പ്രഖ്യാപിച്ച രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. രാജാ രവിവർമ്മ പുരസ്കാരം സുരേന്ദ്രൻ നായർക്ക്. ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പം എത്തി. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പം കിവീസ് താരം ഫിൻ അലൻ എത്തി 2023 അവസാനം. ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പം എത്തി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. ഫിൻ അലൻ. ഏഴിമല നാവിക അക്കാദമി കമാൻഡൻ്റായി വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി ചുമതലയേറ്റു. ഏഴിമല നാവിക അക്കാദമി കമാൻഡൻ്റായി വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി. ഏഴിമല നാവിക അക്കാദമി കമാൻഡൻ്റ് വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ G അമൃതകുമാറും അർഹരായി. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും അതുപോലെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ G അമൃതകുമാറും അർഹരായി. അപ്പോൾ അച്യുത് ശങ്കർ എസ് നായരും അമൃതകുമാറും MGM ഗ്രൂപ്പിൻ്റെ ഗുരുരത്നം പുരസ്കാരം ലഭിച്ചു. MGM ഗ്രൂപ്പിൻ്റെ ഗുരുരത്നം പുരസ്കാരം ലഭിച്ചത് കേരള സർവകലാശാലയുടെ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും അമൃതകുമാറും അർഹരായി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ഓർക്കുക, കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി. ഇപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ലഭിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ലഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതുവാണ്. അത് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. അടൽ സേതു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് മുംബൈയിലെ അടൽ സേതു. അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 21.8 കിലോമീറ്ററാണ് പാലത്തിൻ്റെ നീളം. അതിൽ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. അപ്പം മികച്ച വനിതാ താരം ആരാണ്? മെസ്സി നിങ്ങൾ ഓർത്തിരിക്കും, പക്ഷേ സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റി കൂടെ ഓർത്തിരിക്കണം. അവരാണ് മികച്ച വനിതാ താരം. സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റി മികച്ച വനിതാ താരം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി.
ഓർക്കുക, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസർ കൈരളി. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുഗർ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഹെവി ഷുഗർ. അടുത്ത പോയിന്റ്, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ടയിലെ കമ്പാല. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഓർത്തിരിക്കുക, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ് ലഭിച്ചത്. 13 നാമനിർദ്ദേശങ്ങളാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമർ നേടിയത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവിശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി. അപ്പോൾ ആജീവനാന്ത പുരസ്കാരം രവിശാസ്ത്രിക്കും ഫാറൂഖ് എഞ്ചിനീയർക്കും ലഭിച്ചു. അപ്പോൾ 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്. കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജകിന് ലഭിച്ചു. 21 വയസ്സ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായുടെ ചെയർപേഴ്സണായി അനിൽകുമാർ ലഹോട്ടി നിയമിതനായി. 2024 ഫെബ്രുവരിയിൽ ജനുവരി അവസാനം ടെലികോം അതോറിറ്റി ട്രായുടെ ചെയർമാനായി അനിൽകുമാർ ലഹോട്ടി നിയമിതനായി. ട്രായുടെ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. അപ്പം മലയാളി പർവ്വതാരോഹകനായ ഷെയ്ഖ് ഹസൻ ഖാൻ്റെ പേര് ഓർത്തിരിക്കുക. മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയത് മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ആണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മലയാളിയായ ജസ്റ്റിസ് റിട്ടയർഡ് ഫാത്തിമ ബീവി, അതുപോലെ O രാജഗോപാലൻ, ഉഷ ഉദിപ്പ് എന്നിവർക്ക് പത്മഭൂഷൺ ലഭിച്ചു. പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ്. ഇതൊക്കെ ഓർത്തിരുന്നോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉദിപ്പ് മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ, അതുപോലെ ഉഷ ഉദിപ്പ് എന്നിവർക്ക് പത്മഭൂഷൺ ലഭിച്ചു. പിന്നെ ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചവർ ഫാത്തിമ ബീവി, മരണാനന്തരമാണ്. ജസ്റ്റിസ് റിട്ടയർ ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉദിപ്പ് ഇവർക്ക് പത്മഭൂഷൺ ലഭിച്ചു. പിന്നെ ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, ചിത്രനും മുനിയും രണ്ടുപേരും ഓർത്തിരിക്കുക. ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്. പിന്നെ EP നാരായണൻ പ്രസാദിൽ നിന്ന് വേറൊരു നാരായണനിലേക്കൂടെ എത്തുക, EP നാരായണൻ. അപ്പോൾ മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. അപ്പം ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉദുപ്പ് എന്നിവർക്ക് പത്മഭൂഷൺ. ചിത്രൻ, മുനി നാരായണൻ, അശ്വതി, ലക്ഷ്മിബായി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. റിപ്പീറ്റഡായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എമ്മി പുരസ്കാരങ്ങൾ, 75ാമത് എമ്മി പുരസ്കാരങ്ങളാണ് ഇവിടെ പറയുന്നത്. മികച്ച കോമഡി പരമ്പര ദി ബെയർ ആണ്. 75ാമത് എമ്മി പുരസ്കാരത്തിൽ മികച്ച കോമഡി പരമ്പര ദി ബെയർ. 75ാമത് എമ്മി പുരസ്കാരത്തിൽ മികച്ച കോമഡി പരമ്പര ദി ബെയർ. മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ. മികച്ച ആന്തോളജി പരമ്പര ബീഫ്. മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ, മികച്ച ആന്തോളജി പരമ്പര ബീഫ്. മികച്ച നടൻ കോമഡി ജെർമി അലൻ വൈറ്റ്. മികച്ച നടൻ കോമഡി ജെർമി അലൻ വൈറ്റ്. മികച്ച നടി കോമഡി ക്വിൻറ്റ് ബ്രൺസൺ ആണ്. മികച്ച നടി കോമഡി ക്വിൻറ്റ് ബ്രൺസൺ. മികച്ച നടൻ കോമഡി ജെർമി അലൻ വൈറ്റ്. റിപ്പീറ്റഡായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും വായിച്ചുമൊക്കെ പഠിച്ചോണം. അതുപോലെ മികച്ച നടൻ ഡ്രാമ കെയ്രൻ കൾക്കിനാണ്. അതുപോലെ മികച്ച നടി ഡ്രാമ സാറ സ്നൂക്ക്.
മികച്ച നടൻ ഡ്രാമ കെയ്രൻ കൾക്കിൻ. മികച്ച നടി ഡ്രാമ സാറ സ്നൂക്ക്. ഒന്നുകൂടെ പറയാം, 75ാമത് എമി പുരസ്കാരങ്ങളാണ്. അപ്പം മികച്ച കോമഡി പരമ്പര ദ ബെയർ ആണ്. മികച്ച കോമഡി പരമ്പര ദി ബെയർ. മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ. മികച്ച ആന്തോളജി പരമ്പര ബീഫ്. മികച്ച നടൻ കോമഡി ജെറമി. മികച്ച നടൻ ഡ്രാമ കെയ്രൻ. മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ്. മികച്ച നടൻ ഡ്രാമ കെയ്രൻ കൾക്കിൻ. മികച്ച നടി കോമഡി ക്വിൻറ്റ. അതുപോലെ മികച്ച നടി ഡ്രാമ സാറ. മികച്ച നടി കോമഡി ക്വിൻറ്റ. അതുപോലെ മികച്ച നടി ഡ്രാമ സാറ. അപ്പോൾ ക്വിൻറ്റ ബ്രൺസണും സാറ സ്നൂക്കിനും കോമഡി ഡ്രാമ എന്നീ വിഭാഗങ്ങളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കുമിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. എല്ലാം ഒന്ന് ഓർത്തിരുന്നോണം, ഒന്നുകൂടെ പറയാം, സ്പോർട്സൊക്കെ BScക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും സൂര്യകുമാർ യാദവിന്, ഇന്ത്യൻ താരമായ സൂര്യകുമാർ യാദവിന് ലഭിച്ചു. മികച്ച 2020 താരം സൂര്യകുമാർ യാദവ്. അതുപോലെ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. മികച്ച ഏകദിന താരം കോഹ്ലി. മികച്ച 2020 താരം സൂര്യകുമാർ യാദവ്. മികച്ച ഏകദിന താരം വിരാട് കോഹ്ലി. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. അതുപോലെ ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരമെന്നും ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാടും അർഹരായി. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാടും അർഹരായി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും അതുപോലെ വനിതാ കിരീടം ബെലാറുസിൻ്റെ ആര്യാന സബലെങ്കയും നേടി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെലാറൂസിൻ്റെ ആര്യാന സബലെങ്കയും നേടി. പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ് എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി KK ഉണ്ണീരി നിര്യാതയായി. സ്വാതന്ത്ര്യ സമര സേനാനി KK ഉണ്ണീരി നിര്യാതയായി. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി അന്തരിച്ചു. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി അന്തരിച്ചുവെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലാൻഡാണ്. ഫൈനലിൽ മലേഷ്യയെ തോൽപ്പിച്ചാണ് നെതർലാൻഡ് കിരീടം നേടിയത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം. അപ്പോൾ ശങ്കർ മഹാദേവൻ്റെയും ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡാണ് ശക്തി. അതിൻ്റെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന്, അപ്പോൾ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കും ലഭിച്ചു. അപ്പോൾ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ്റെയും തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന്. അപ്പം ദിസ് മൊമെൻ്റ് എന്ന ശക്തിയുടെ ആൽബം, ശക്തിയുടെ സ്ഥാപകർ അല്ലെങ്കിൽ അതിൻ്റെ ആരുടെയൊക്കെ ബാൻഡെന്ന് ചോദിച്ചാൽ ശങ്കർ മഹാദേവൻ്റെയും ഉസ്താദ് സക്കീർ ഹുസൈൻ്റെയും ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ദിസ് മൊമെൻറ്റിന് ശങ്കർ മഹാദേവൻ്റെയും ഉസ്താദ് സക്കീർ ഹുസൈൻ്റെയും ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെൻറ്റ്. അതുപോലെ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കും ലഭിച്ചു. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്,
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ 2024 തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യം ഭാരതരത്നം. അപ്പം മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ, അതുപോലെ മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ എന്നിവർക്കൊക്കെ ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മുതിർന്ന BJP നേതാവ് മുൻ ഉപപ്രധാനമന്ത്രിയായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു, അതുപോലെ ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ, അതുപോലെ തന്നെ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കൊനോനെൻകോ എന്ന വ്യക്തി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി. ഒലെഗ് കൊനോനെൻകോ, അല്ലാത്തൊരു പേരാണ്. 878 ദിവസം 11 മണിക്കൂർ 48 സെക്കൻഡുമാണ് അദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചത്. 878 ദിവസം 878 ദിവസം 11 മണിക്കൂർ 48 സെക്കൻഡ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി ഒലെഗ് കൊനോനെൻകോ, അല്ലാതെ പേരാണ് പഠിച്ചേ പറ്റത്തുള്ളൂ. 878 ദിവസം. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ചുവെന്ന് അറിഞ്ഞിരിക്കുക. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി 2024 ജനുവരിയിൽ രവികുമാർ ഝായെ നിയമിച്ചു. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ രവികുമാർ ഝാ. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന്. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം ജോൺ ബ്രിട്ടാസിന്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ഓർത്തിരിക്കുക, വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ്. ഈ ലോൺലി പ്ലാനറ്റ് എന്ന രാജ്യാന്തര പ്രസിദ്ധീകരണം സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായിട്ട് വർക്കലയിലെ പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ഇറങ്ങി. അതോടുകൂടി ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പറാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വാഇൽ അൽ ദഹ്ദൂദിന് അല്ലാത്തൊരു പേരാണ് അൽ ദഹ്ദൂദിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം. നെക്സ്റ്റ് പോയിന്റ്, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബോളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ബുംറ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്.
സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ് SL നാരായൺ. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി SL നാരായൺ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് അന്തരിച്ചു. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. NK ദേശത്തിൻ്റെ പേരൊക്കെ ചോദിക്കാറുണ്ട്. N കുട്ടിക്കൃഷ്ണപിള്ള ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. NK ദേശത്തിൻ്റെ. അപ്പോൾ കവിയും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കവിയും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് അന്തരിച്ചു. വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലൈമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. മുഹമ്മദ് സലൈമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. നെക്സ്റ്റ് പോയിന്റ്, സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി പ്രഗ്യ മിശ്ര നിയമിതയായി. അപ്പോൾ ഈ AI കമ്പനിയായ ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി പ്രഗ്യ മിശ്ര. നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനായി. നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL-ൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി മാറിയത് രവീന്ദ്ര ജഡേജയാണ് എന്ന് ഓർത്തിരിക്കുക. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺ മാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറൈസ് പുരസ്കാരം. ഈ വർഷത്തെ ലോറൈസ് പുരസ്കാരം ലഭിച്ചത് നൊവാക് ജോക്കോവിച്ചിനും ഐറ്റാന ബോൺ മാറ്റി, നൊവാക് ജോക്കോവിച്ച് എന്നിവർക്ക് ഈ വർഷത്തെ ലോറൈസ് പുരസ്കാരം. ലോക ടെന്നീസ് 1-ാം റാങ്കിങ്ങിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി MP സ്നേഹലത നിയമിതയായി. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജി MP സ്നേഹലത. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറൂൺ നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂൺ. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ദിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ദിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ
ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. യൂറോപ്പ ക്ലിപ്പർ. ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത്. ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെൻറ്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. സംഗീത സംവിധായകൻ KG ജയൻ അന്തരിച്ചു. ചലച്ചിത്ര താരം മനോജ് K ജയൻ മകനാണ്. സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയവിജയന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 74-ലെ ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെന്റ് ഹോൾസൻ ബെയിൻ അന്തരിച്ചു. ജർമ്മൻ ടീം അംഗമായ ബെൻ ഹോൾസൻ ബെയിൻ. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്നു സുധീർ കാക്കാർ. അദ്ദേഹം അന്തരിച്ചു. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിന്. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിന്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി, സിനിമ ആട്ടം. മികച്ച നടൻ ബിജു മേനോൻ, സിനിമ ഗരുഡൻ. അതുപോലെ വിജയരാഘവൻ, സിനിമ പൂക്കാലം. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി, മികച്ച നടൻ ബിജു മേനോനും വിജയരാഘവനും. മികച്ച നടി ശിവദ, സിനിമ ജവാനും മുല്ലപ്പൂവും. അതുപോലെ സെറിൻ ഷിഹാബ്, സിനിമ ആട്ടം. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീനിവാസന് ലഭിച്ചു. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നസീഫ് മുത്താലിക്ക് ലഭിച്ചു, ചാമ എന്ന സിനിമയ്ക്ക്. അതുപോലെ ആവണി ആവൂസും മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. മികച്ച ബാലതാരം നസീഫ് മുത്താലി, ആവണി ആവൂസ്. ഗാനരചയിതാവ് K ജയകുമാറാണ്. മികച്ച ഗാനരചയിതാവ് K ജയകുമാർ. സംഗീത സംവിധാനം അജയ് ജോസഫ്. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. പിന്നണി ഗായിക മൃദുല വാര്യർ. ഇത്രയും പേർക്കാണ് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ പുരസ്കാരം പ്രധാനമായും ലഭിച്ചത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായി സഞ്ജു സാംസൺ ഇടം പിടിച്ചിരുന്നു. ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന 3ാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. സുനിൽ വത്സൻ, S ശ്രീശാന്ത് 2020 ലോകകപ്പ് 2011 ലോകകപ്പ് കളിച്ച് എന്നിവരാണ് മറ്റ് 2 താരങ്ങൾ. ശ്രീശാന്തും സുനിൽ വത്സനും ലോകകപ്പ് ഇന്ത്യ നേടി, എല്ലാവർക്കും അറിയാലോ. SAT ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. SAT ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ഗാസയിലെ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് പുലിറ്റ്സർ സമ്മാനം. ഗാസയിലെ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് പുലിറ്റ്സർ പുരസ്കാരം. ന്യൂയോർക്ക് ടൈംസ്, റോയിറ്റേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് പുരസ്കാരം. പ്രൊഫസർ P രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. പ്രൊഫസർ P രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തെരഞ്ഞെടുത്തു. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തെരഞ്ഞെടുത്തു. നെക്സ്റ്റ് പോയിന്റ്, SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം KP രാമനുണ്ടിക്ക് ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ KP രാമനുണ്ടിക്ക് SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി R രാമചന്ദ്രൻ നായർക്ക്. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം R രാമചന്ദ്രൻ നായർക്ക്. ജൂലൈയിൽ തുർക്കിയിൽ നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളിയായ MS സാന്ദ്ര ഇടം നേടി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്ക് ഫൈനലിൽ മോഹൻ ബഗാനെയാണ് കീഴടക്കിയത്. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനമാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത്. നെക്സ്റ്റ് പോയിന്റ്, ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി കാമി റീത്ത ഷെർപ്പ. 29ാം തവണയാണ് എവറസ്റ്റ് കാമി റീത്ത ഷെർപ്പ കീഴടക്കിയത്. കാമി റീത്ത ഷെർപ്പ ഏറ്റവും കൂടുതൽ തവണ 29 തവണ എവറസ്റ്റ് കീഴടക്കി.
ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറൈ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറൈ തുറമുഖം. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. അസാമിലെ ഗുവാഹട്ടിയിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് FWT-200B. FWT-200B രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി പി. വിജയൻ IPS നിയമിതനായി. 4 പതിറ്റാണ്ടുകളായി സിനിമാ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടി കനകലത അന്തരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുഹൃതമാണ് ശ്രദ്ധേയമായ ഹരികുമാറിൻ്റെ ചിത്രം. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. 92 പുറത്തിറങ്ങിയ യോധയാണ് ശ്രദ്ധേയമായ ചിത്രം. നിർണയം അതുപോലെയൊക്കെ ഗാന്ധർവൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. സന്തോഷ് ശിവനും സംഗീത് ശിവനും സഹോദരങ്ങളൊക്കെയാണ്. അവരുടെ പ്രശസ്തരാണ് ഇവരെല്ലാം. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമാണ് സംഗീത് ശിവൻ. അദ്ദേഹം അന്തരിച്ചു. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. മുൻകാല മലയാള സിനിമാ ഗാനരചയിതാവ് GK പള്ളത്ത് അന്തരിച്ചു. മേള ആചാര്യൻ അരവിന്ദാക്ഷൻ മാരാര് അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിങ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ആദ്യകാല നടി ബേബി ഗിരിജ അന്തരിച്ചു. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക്. രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം. അപ്പോൾ 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക്, രൗദ്ര സാത്വികത്തിന്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കി. അപ്പോൾ ഇന്ത്യൻ വനിതാ IPL, ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. മുംബൈ ഇന്ത്യൻസ് ആണ് ആദ്യ കിരീടം നേടിയത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയയ്ക്ക് ലഭിച്ചു. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയയ്ക്ക്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദനും PN പണിക്കർ പുരസ്കാരത്തിന് ഇയങ്കോട് ശ്രീധരനും അർഹരായി. ഓർക്കുക, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദനും PN പണിക്കർ പുരസ്കാരത്തിന് ഇയങ്കോട് ശ്രീധരനും അർഹരായി എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചകകലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയ അനീഷ്. മലയാളി ഷെഫായ ശ്രേയ അനീഷ് 2024 പാചകകലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളി മെഡലും നേടി ഷെഫായ ശ്രേയ അനീഷ്. ഓക്കെ, ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി. നെക്സ്റ്റ് പോയിന്റ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫീസ്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫീസ്. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ചോദിക്കാം, അതുപോലെ കറണ്ട് അഫേഴ്സിലും ചോദിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലാൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി ഏതിനാണ്? മഞ്ഞുമ്മൽ ബോയ്സിന്. മലയാളത്തിൽ ആദ്യമായി 200 കോടി മഞ്ഞുമ്മൽ ബോയ്സ്.
മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിന് 200 കോടി കിട്ടിയ പോയിന്റ് പറഞ്ഞില്ലേ, ഇതുപോലത്തെ പോയിന്റുകളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, തമാശയല്ല. അത് പുലിമുരുകൻ്റെയൊക്കെ ചോദിച്ചാൽ ആദ്യത്തെ 100 കോടി പുലിമുരുകൻ എന്നൊക്കെ. അപ്പം അങ്ങനത്തെ നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ചോദിക്കും. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി വിനയ് കുമാർ നിയമിതനായി. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ. ദേശീയ അന്വേഷണ ഏജൻസി NIA അതിൻ്റെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതിനെയും നിയമിച്ചു. അപ്പോൾ NIAയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദത്ത്, NIA ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദത്ത്. അതുപോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ കേരള കേഡർ IPS ഓഫീസറായ സുരേഷ് രാജ് പുരോഹിത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തെരഞ്ഞെടുത്തു. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷിന് ലഭിച്ചിരുന്നു. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75-ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 2024-ൽ 75-ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ N രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ TN പ്രകാശ് അന്തരിച്ചു. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ ആയിരുന്നു അന്ത്യം. മലയാളം, തെലുങ്ക്, കന്നഡ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജൂഡിത്ത് സുമിൻവ ടുലുങ്ക അധികാരമേറ്റു. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75-ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. നാറ്റോയുടെ 75-ാം വാർഷികം ബ്രസൽസിൽ 2024-ൽ ആഘോഷിച്ചു. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കീസ് മിർ തെരഞ്ഞെടുക്കപ്പെട്ടു. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കീസ് മിർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കീസ് മിർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഷെയ്ഫാലി ബി ശരൺ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂരെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, 2024-ലെ ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് 1-ാം സ്ഥാനത്ത്. 2024-ലെ ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് 1-ാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബെസോസ് എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. നെക്സ്റ്റ് പോയിന്റ്, ആണവ വാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേര് ദേവിക എന്നാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ വംശജനായ പവൻ ദവൂലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി. ഇന്ത്യൻ വംശജനായ പവൻ ദവൂലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവി. 2024-ലെ ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന് 2024-ലെ ആബേൽ പുരസ്കാരം. നെക്സ്റ്റ് പോയിന്റ്, മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് ദോസ്തി 16. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക ദോസ്തി 16.
2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകും. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാവും. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രി. ഉറുഗ്വേയിലെ കോളോൺ ഫുട്ബോൾ ക്ലബ്ബിലാണ് കളിക്കുന്നത്. പുന്നയൂർ കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം പുന്നയൂർ കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. ആരചരൊക്കെ എഴുതിയ KR മീര. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ എന്ന കണത്തിൻ്റെ അതായത് ദൈവഗണത്തിൻ്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. ഹിഗ്സ് ബോസോൺ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ശ്രീകുമാർ K. നായരാണ്. അതുപോലെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ MD ദിവ്യ S. അയ്യരാണ്. അപ്പോൾ ശ്രീകുമാർ K. നായരും ദിവ്യ S. അയ്യരും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചധികം നാളുകളായിട്ട് പത്രങ്ങളിലും വാർത്തകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റാണല്ലോ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പം സംസ്ഥാനത്തിന് തന്നെ ഒരു ശ്രീ അല്ലെങ്കിൽ ഒരു ദിവ്യപ്രഭ ഈ ഒരു പ്രോജക്റ്റ് മൂലം ഉണ്ടായി എന്ന് ഓർത്തി. അപ്പോൾ ശ്രീ ഉണ്ടായി, ദിവ്യത്വം ഉണ്ടായി വിഴിഞ്ഞം പ്രോജക്റ്റ് കാരണം. വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകുമാറിനെയും ദിവ്യയെയും കണക്ട് ചെയ്യാമല്ലോ. അപ്പം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ CEO ശ്രീകുമാർ K. നായരും അതുപോലെ MD ദിവ്യ S. അയ്യരുമാണെന്ന് ആ രീതി ഓർത്തിരിക്കുക. നമ്മളിങ്ങനെ നിയമനങ്ങളും പദവികളും ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു കണക്ഷൻ ആ ഒരു പോസ്റ്റും അത് വഹിക്കുന്ന വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടേതായ രീതിയിൽ ആ ഒരു പഠിക്കുന്ന മൊമെൻറ്റിൽ ഒന്ന് ഓർത്തിരുന്നാൽ പരീക്ഷയുടെ സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും, മറന്നു പോകത്തേയില്ല. അപ്പോൾ ഇതാണ് നിയമനങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ചിലതിനൊക്കെ ഞാൻ പറയാത്തത് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ പരിസരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടേതായ രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ഹരിത V. കുമാറാണ്. ഈ വിഴിഞ്ഞം എന്ന ഏരിയ ഭയങ്കര പച്ചപ്പൊക്കെയുള്ള ആ ഒരു അങ്ങോട്ട് തിരുവനന്തപുരത്തിൻ്റെ കുറച്ചുകൂടി തെക്കോട്ട് പോകുമ്പോൾ ഉള്ളൊരു ഏരിയ ആയിരുന്നു മൊത്തം ഈ പോർട്ട് വരുന്നതിന് പോയി. ഇപ്പോൾ അവിടുത്തെ ആ ഒരു ഹരിതാഭമൊക്കെ മാറി മൊത്തം പോർട്ടിൻ്റെ ഒരു രീതിയായി. ഇപ്പോൾ വിഴിഞ്ഞം വന്നപ്പോൾ മൈനിങ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഹരിതാഭമൊക്കെ പോയി, ഹരിത മാറി. ഹരിത V. കുമാറുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ഹരിത V. കുമാർ. അതുപോലെ പഞ്ചായത്ത് ഡയറക്ടർ VR. പ്രേംകുമാർ. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ. പഞ്ചായത്ത് ഡയറക്ടർ VR. പ്രേംകുമാർ. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ശ്രീകുമാർ K. നായർ, അതുപോലെ MD ദിവ്യ S. അയ്യർ, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ഹരിത V. കുമാർ, പഞ്ചായത്ത് ഡയറക്ടർ VR. പ്രേംകുമാർ, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ UP ജോസഫാണ്. ജോസഫ് എന്ന് പറയുന്നൊരു സിനിമയുണ്ടല്ലോ നമ്മുടെ ജോജു ജോർജൊക്കെ അഭിനയിച്ച്. ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു അടിപൊളി പാട്ട്, ഇവരെല്ലാം കൂടെ കുറച്ച് കള്ളുപിടിച്ചുകൊണ്ടൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്ന വാഗമണിലോട്ടാണെന്ന് തോന്നുന്നു, അങ്ങോട്ട് എന്തോ ഒരു മലയോര പ്രദേശത്തോട്ട് യാത്ര ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കൂടി യാത്ര ചെയ്യുന്ന ജോസഫ് യാത്ര ചെയ്യുന്ന ഒരു സീൻ. അപ്പോൾ ജോസഫും കള്ളുമായിട്ട് ആ രീതിയിൽ ജോസഫിൻ്റെ സിനിമ ഓർക്കുമ്പോഴേ നീ ആദ്യമേ കള്ള് അവരെല്ലാം കൂടെ മദ്യപിക്കുന്ന ആ ഒരു കൂട്ടുകാർ കൂടുന്ന ഒരു അടിയുള്ളൂ. അപ്പോൾ കള്ളുമായിട്ട് കണക്ട് ചെയ്യണം. സോ ജോസഫും കള്ളുമായിട്ട് കണക്ട് ചെയ്ത് കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ പ്രഥമ അധ്യക്ഷൻ UP ജോസഫ് ആണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ധർമ്മരാജ് ആദത്താണ്. ഏറ്റവും എന്താ പറയുക, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ ധർമ്മം എന്ന് പറയുന്ന ഒരു എത്തിക്സ് ആ ഒരു സംഭവമാണല്ലോ. ധർമ്മം മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ അബ്ദുൽ കലാം ആസാദ്. നമ്മുടെ മുൻ പ്രസിഡൻറ്റ് അബ്ദുൽ കലാം ആസാദ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാം കാര്യങ്ങൾ നേരെയാണോ, എല്ലാം ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഓംബുഡ്സ്മാനും ആ ഒരു ധർമ്മം നോക്കിയായിരിക്കും നിൽക്കുന്നതെന്ന് ഓർത്താൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആദ്യ ഓംബുഡ്സ്മാൻ ധർമ്മരാജ് ആദത്താണെന്ന് ഓർത്തിരിക്കാമല്ലോ. നെക്സ്റ്റ് പോയിന്റ്, KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് പ്രമോജ് ശങ്കറാണ്. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രമോജ് ശങ്കർ. കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകരാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു ബിജുവിനെ ഇനി ഒരു വ്യവസായി ആയിട്ടങ്ങ് മനസ്സിൽ കാണുക. വ്യവസായം ബിജുവായിട്ട് കണക്ട് ചെയ്യുക. ബിജു പ്രഭാകർ കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയി നിയമിക്കുന്നത് ജോർട്ടി എം ചാക്കോയാണ്. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയി നിയമിക്കുന്നത്.
ഞാൻ കുറേ വർഷങ്ങൾക്ക് ഒരു വർഷത്തോളം ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ നോട്ട് നിരോധനം വന്നത്. അപ്പോൾ നോട്ട് നിരോധനം വന്നതിൻ്റെ പിറ്റേ ദിവസമോ ആ ടൈമിലെന്തോ എല്ലാവരും നോട്ട് മാറാൻ ബാങ്കിൽ വരുമല്ലോ. അപ്പോൾ അന്ന് രാവിലെ നേരത്തെ വരണമെന്ന് ബാങ്കിലോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ ക്യാഷ് എടുക്കാൻ പോയ സമയത്ത് ക്യാഷ് കൊണ്ടുവരാൻ എല്ലാം ഭയങ്കര പ്രശ്നമാണല്ലോ, എവിടെയെങ്കിലും കൊണ്ടുവരണം. അപ്പം ഒരു ബാങ്കിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചാക്കിനകത്താണ് നമുക്ക് ഇത് മുഴുവൻ തന്നു വിട്ടത്. കുറേ 2-3 ചാക്കിനകത്താക്കി ഈ നോട്ട് വരുന്ന കസ്റ്റമേഴ്സിന് മാറി കൊടുക്കാനും അതിൽ ചാക്കിനകത്താണ് കൊണ്ടുവന്നത്. അപ്പം ബാങ്കും ചാക്കുമായിട്ട് എനിക്ക് ഭയങ്കര കണക്ഷൻ. അപ്പം നിങ്ങളും ഇനി അങ്ങനെ ഓർത്തണം, ചാക്കിനകത്ത് നോട്ട് കെട്ടുകൾ കൊണ്ടുവന്നു. കേരളത്തിൽ ബാങ്ക് നോട്ട് നിരോധന സമയത്ത് ബാങ്കിൽ ചാക്കിനകത്ത് കാശ് കൊണ്ടുവന്നു. കേരള ബാങ്ക് ചാക്കോ കേരള ബാങ്കിൻ്റെ പുതിയ CEO ജോർട്ടി എം ചാക്കോ. ചുമ്മാ എന്തെങ്കിലും ഒരു ഭംഗിയൊന്നുമില്ല ഒരു കണക്ഷൻ പറയുന്നത് പരീക്ഷയുടെ സമയത്ത് വന്നാൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. കേരള ബാങ്കിൻ്റെ പുതിയ CEO ജോർട്ടി എം ചാക്കോ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് വി ഹരി നായരാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. നമ്മൾ എഴുതി തുടങ്ങുന്നത് തന്നെ ഒരു ഹിന്ദു വിശ്വാസ പ്രകാരം ഹരി ശ്രീ ഗണപതായ അങ്ങനത്തെ ഒരു സംഭവത്തിലല്ലേ വിദ്യാരംഭത്തിന് എഴുതി തുടങ്ങുന്നത്. അപ്പം വിവരം വെക്കാൻ തുടങ്ങുന്നത് ഹരിയിൽ നിന്നാണ്, ഹരിശ്രീയിൽ നിന്നാണ്. വിവരാവകാശ കമ്മീഷണർ ഹരി നായർ ഓർത്തിരിക്കാമല്ലോ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് വി ഹരി നായർ. കേരള ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ സദീവൻ ബാലനാണ്. കേരള ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ അനന്തകൃഷ്ണനാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ അനന്തകൃഷ്ണൻ. അത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, കൃഷ്ണൻ എന്ന് പറയുന്നത് ഒത്തിരി കലകളുടെ ഒരു എന്താ പറയുക, എല്ലാ കലകളും അറിയാവുന്ന ഒരു ദൈവത്തെ പോലെയൊക്കെ ആ രീതിയിൽ കൃഷ്ണനെ പറയാറില്ല. പിന്നെ അത് ഒത്തിരി കലാകാരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണൻ എന്നുള്ള പേരുണ്ട്. അപ്പോൾ കലയും കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്ത് അനന്തകൃഷ്ണൻ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണെന്ന് എവിടെയെങ്കിലും ഓർത്ത് ഒന്ന് കണക്ട് ചെയ്തേ. അപ്പോൾ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ. FEFKA ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള, അതിൻ്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ FEFKയുടെ പുതിയ പ്രസിഡന്റ് സിബി മലയിലാണ്. കിരീടം, അതുപോലെ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന ദേവദൂതൻ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, പ്രശസ്തമായിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഈ സിബി മലയിൽ. FEFKയുടെ പുതിയ പ്രസിഡന്റ് സിബി മലയിലാണ്. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറായി നിയമിതനായത് TK വിനോദ് കുമാറാണ്. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറായി നിയമിതനായത് TK വിനോദ് കുമാർ. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു രീതിയുണ്ട്, ഈ മൊത്തം അയൽപ്പക്കത്തെ ആൾക്കാരെ ഇങ്ങനെ ഈ പ്രദോഷണം പറയുകയും അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ അവിടെ ചെയ്യുന്നത് നോക്കുന്ന ആൾക്കാരെ ഒരു ഭയങ്കര വിജിലൻസിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ വിജിലൻസിൻ്റെ പരിപാടി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ പരിദൂഷണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം തിരക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു വിനോദമാണല്ലേ. അപ്പോൾ വിജിലൻസും വിനോദമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ വിജിലൻസ് വിജിലൻസ് ആൻറ്റി ചുവണ്ട് ഓക്കെ. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറായി നിയമിതനാകുന്നത് വിനോദ് കുമാറാണ്. TK വിനോദ് കുമാർ. സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം. മനസ്സിലാത്താണല്ലോ ഇൻ്റലിജൻസ് വരുന്നത്. മനോജ് എബ്രഹാമാണ് സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി. സംസ്ഥാന ജയിൽ മേധാവിയായി നിയമിതനായത് ബൽറാം കുമാർ ഉപാധ്യായ. ഇൻസ്പെക്ടർ ബൽറാമിൽ നമ്മുടെ മമ്മൂട്ടി ജയിൽ പ്രതികളെ ഇടിച്ചു കൂട്ടുന്നുണ്ടല്ലോ, ബൽറാമും ജയിലുമായിട്ട് കണക്ട് ചെയ്ത് ബൽറാം കുമാർ ഉപാധ്യായ സംസ്ഥാന ജയിൽ മേധാവി. ഫയർഫോഴ്സ് മേധാവി K പത്മകുമാറാണ്. ഫയർഫോഴ്സ് മേധാവി പത്മകുമാർ. പത്മം പുഷ്പമൊക്കെ ഫയർ വന്നാൽ മൊത്തം കരിഞ്ഞു പോകും. പത്മകുമാർ ഫയർഫോഴ്സ് മേധാവി ഓർത്തിരിക്കുക. ഓക്കെ. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസഡറായി ചുമതലയേറ്റത് കീർത്തി സുരേഷാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസഡർ കീർത്തി സുരേഷ്. കേരളത്തിൽ സ്ഥാപിക്കുന്ന സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോമിൻ്റെ ആദ്യ ഡയറക്ടറായി നിയമിതനാകുന്നത് സാബു തോമസ് ആണ്. കേരളത്തിൽ സ്ഥാപിക്കുന്ന സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോമിൻ്റെ ഡയറക്ടറായി നിയമിതനാകുന്നത് സാബു തോമസ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ നാഥാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ സെക്രട്ടറി A സതീഷ്. ഒറ്റവട്ടോടെ പറയാം, ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ നാഥ്, സെക്രട്ടറി A സതീഷ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ K കാശി വിശ്വനാഥനാണ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ബി കാശി വിശ്വനാഥനാണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. കൊച്ചിൻ പോർട്ട് തുറമുഖത്തൊക്കെ തുറമുഖത്താണല്ലോ കുറേ കാശിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ വന്നെടുക്കുന്നത്. കാശ്, പോർട്ട്, കൊച്ചിൻ പോർട്ട്
കൊച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെയുള്ളത് കൊച്ചിൻ പോർട്ടല്ലേ. അപ്പോൾ കൊച്ചിൻ പോർട്ട് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ കാശി വിശ്വനാഥൻ. KTDFC കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ബിജു പ്രഭാകർ. KTDFCയുടെ ചെയർമാൻ ബിജു പ്രഭാകർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൻ പോളിസി കമ്മീഷൻ്റെ ചെയർമാൻ സതീഷ് കുമാറാണ്. സതീഷ് കുമാറാണ് അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൻ പോളിസി കമ്മീഷൻ്റെ ചെയർമാൻ. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നവാസ് മീരാനാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറാണ്. കുമാരൻ ബാലൻ. അപ്പോൾ കുമാരനും ബാലനുമായിട്ട് കണക്ട് ചെയ്ത് കുമാറും ബാലാവകാശത്തിനും ബന്ധിപ്പിക്കാമല്ലോ. KV മനോജ് കുമാറാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ, നിങ്ങളാരും മറന്നുപോകാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ MK സക്കീർ. മുൻ PSC ചെയർമാനാണ്. ഈ പ്രിലിംസും മെയിൻസും അങ്ങനെ 2 ഘട്ട പരീക്ഷാ രീതിയൊക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാനായി വന്ന വ്യക്തിയാണ് MK സക്കീർ. കേരള പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് M വെങ്കിട്ടരമണയാണ്. കേരള പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് M വെങ്കിട്ടരമണ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. കേരള വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ് ആണ്. വനങ്ങളിലൂടെയൊക്കെ ഗംഗാ നദി ഒഴുകുന്നതെന്ന് ഓർത്തി. അപ്പോൾ ഗംഗാ സിംഗ് വനമായിട്ട് കണക്ട് ചെയ്ത് ഗംഗാ സിംഗ് ആണ് വനം വകുപ്പ് മേധാവി. കേരള വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ്. കേരള സംസ്ഥാന നിയമ സെക്രട്ടറി KG സനൽകുമാറാണ്. കേരള സംസ്ഥാന നിയമ സെക്രട്ടറി KG സനൽകുമാർ. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ചെയർമാൻ SK സജീഷാണ്. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ചെയർമാൻ SK സജീഷാണ് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ചെയർമാൻ. ഞാൻ വലിയ കണക്ഷനൊന്നും എല്ലാത്തിനും പറയുന്നില്ല. പറയാത്തത് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒന്ന് ബന്ധിപ്പിച്ച് പോയാൽ നല്ലതാണ്. ഇപ്പോൾ സജിയുടെ കൂടെ നമ്മൾ പണ്ടോ ടൂർ പോയായിരുന്നു, അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റിലെ സജി. എന്താണ് സജി? അപ്പോൾ ടൂർ പോകുന്ന എന്തെങ്കിലുമൊക്കെ ആ ഒരു അന്ന് പുള്ളിയുടെ കൂടെ ടൂർ പോയാൽ നല്ല ഓളമായിരുന്നു, നല്ല തമാശയൊക്കെ ഇല്ല അവർ. അപ്പോൾ ആ രീതിയിൽ സജിയും ടൂറുമായിട്ട് കണക്ട് ചെയ്ത് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ചെയർമാൻ SK സജീഷ് എന്നൊക്കെ ആ രീതിയിൽ സജീഷ് എന്നുള്ള പേര് കിട്ടിയാൽ മതി, സജി എന്നുള്ള കിട്ടിയാൽ മതി. പരീക്ഷയ്ക്ക് ആ ഒരു സ്പാർക്ക് കിട്ടും. ഞാൻ ഇത്രയും പറയാൻ വേണ്ടി ചിലപ്പോൾ ഒരു 20-30 സെക്കൻഡ് എടുത്തു. പക്ഷേ ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ നിങ്ങളുടേതായ രീതിയിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാലോചിക്കാൻ ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 2-3 സെക്കൻഡ് മതിയായിരിക്കും. മനസ്സിലാത്ത സ്പീഡാണല്ലോ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ചെയർമാൻ SK സജീഷ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്താണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്. രഞ്ജി ട്രോഫി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പോൾ രഞ്ജിത്തും സ്പോർട്സുമായിട്ടൊന്ന് രഞ്ജിത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരളത്തിൽ നിലവിലെ ചീഫ് സെക്രട്ടറി V വേണുവാണ്. വേണുവാണ് ചീഫ് സെക്രട്ടറി. കേരളത്തിലെ പുതിയ എക്സൈസ് കമ്മീഷണർ മഹീപാൽ യാദവാണ് കേരളത്തിലെ പുതിയ എക്സൈസ് കമ്മീഷണർ. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ VP ജോയിയാണ്. പൊതുമേഖലയിൽ ജോലി കിട്ടിയാൽ പിന്നെ എല്ലാവർക്കും ജോയി ആണല്ലോ. നമ്മളൊക്കെ പൊതുമേഖല, നിങ്ങളൊക്കെ എല്ലാവരും പൊതുമേഖല ജോലി കിട്ടാൻ വേണ്ടിയല്ലേ പഠിക്കുന്നത്. അപ്പോൾ ജോയി പൊതുമേഖല പബ്ലിക് സെക്ടർ പൊതുമേഖല ജോയിയാണ് കണക്ട് ചെയ്ത് പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാൻ VP ജോയി. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരനാണ്. അപ്പോൾ ഈ ബാലസാഹിത്യം എന്താ പറയുക, ഒരു സ്ത്രീയാണ്, ഒരു ഭംഗിയാണ് ബാലസാഹിത്യമൊക്കെ വായിക്കാൻ. അല്ലെങ്കിൽ ബാലന്മാർക്കൊരു സ്ത്രീയുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു സ്ത്രീയുണ്ട്, അങ്ങനെയൊക്കെ ഓർത്താൽ മതി. ശ്രീധരനാണ്, പള്ളിയറ ശ്രീധരനാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. 2 മായിൽ തുടങ്ങുന്നു. മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ PR ജിജോയിയാണ്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ PR ജിജോയി. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ KV അബ്ദുൾ മാലിക്കാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജാണ്.
പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജാണ്. വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുള്ള അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നവർ റാണിയാണ്. വിദ്യാഭ്യാസം ഉള്ളവരാണല്ലോ ഏറ്റവും ഹൈ. അപ്പോൾ റാണിയാണ്. ആ രീതിയിൽ റാണിയും വിദ്യാഭ്യാസം ഇത് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണിയാണെന്ന് ഓർക്കാലും റാണി ജോർജ്. സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ എം ഷാജറാണ് യുവജന കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ. കേരള റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്ത ഗേശനാണ് കേരള റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്ത ഗേശൻ. കേരള ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോപിനാഥ് മുതുകാട് മാജിക്കൊക്കെ കാണിച്ച് പെട്ടെന്ന് എല്ലാവരും സ്വീപ്പ് അങ്ങനെയൊക്കെ ആക്കുമെന്നൊക്കെ ചുമ്മാ ഓർത്താണ്. സ്വീപ്പ് ഐക്കൺ ഓഫ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരെ വേണമെങ്കിൽ മാജിക്കിലൂടെ ഇല്ലാതാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരള ഗോപിനാഥ് മുതുകാട് ഓർത്തിരിക്കുക. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 38ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഓർക്കണം, ചോദിക്കാൻ വളരെ സാധ്യത കൂടിയ ഒരു ഐറ്റമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 38ാമത്തെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ. മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൂട്ടുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയമിച്ച ഏകാംഗ കമ്മീഷനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനാണ്. മന്ത്രിമാരുടെയും എം എൽ എമാരുടെയൊക്കെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൂട്ടുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയമിച്ച ഏകാംഗ കമ്മീഷൻ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഓംബുഡ്സ്മാൻ ആനി ജോൺ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ജി ബൈജു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഓംബുഡ്സ്മാൻ ആനി ജോൺ ആണ്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ് ആണ്. ഈ പൊറിഞ്ചു മറിയം ജോസിൽ നമ്മുടെ നായകൻ ജോസ് ആണല്ലോ. ജോസിന് ഇടിയെന്ന് പറഞ്ഞാൽ ഇടിക്കുമ്പം വൈദ്യുതി മേത്തോടെ കയറിപ്പോകുന്ന അത്രയും 2 കിൻഡൽ ഇടിയാണല്ലേ. നല്ല പവർഫുൾ ഇടിയാണ്. വൈദ്യുതിയും ജോസുമായിട്ട് കണക്ട് ചെയ്ത് ജോസിൻ്റെ ഇടി നല്ല വൈദ്യുതി പ്രവഹിക്കുന്ന നല്ല ഇടിയാണെന്ന് ഓർത്താൽ ജോസും വൈദ്യുതിയായിട്ട് കണക്ട് ചെയ്ത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ജോസ് ആണെന്ന് ഓർക്കാമല്ലോ. ടി കെ ജോസ്, സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കുറച്ചേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. കേരളത്തിലെ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ജി വി ഹേമലത ദേവി. ഇൻകം ടാക്സ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നവർ, എന്താ പറയുക, ടാക്സ് കൊടുക്കുന്നവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ പണം ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം ദേവിയാണല്ലോ. അപ്പോൾ ദേവി ടാക്സുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഹേമലത ദേവി ഇൻകം ടാക്സ്. ഹേമലത ദേവി കേരളത്തിലെ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസ് ആണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസ് ആണ്. കേരളത്തിൻ്റെ നിയമസഭാ സെക്രട്ടറി എ എം ബഷീറാണ്. KCB ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ രാജൻ എൻ ഖൊബ്രഗഡെ. KCB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ രാജനാണെന്ന് ഓർത്താൽ മതി. രാജൻ എൻ ഖൊബ്രഗഡെ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO അനൂപ് അംബിക. സ്റ്റാർട്ട് ചെയ്യുന്ന അക്ഷരം ആയിലല്ലേ, ആയിലുള്ള 2 വാക്കുകൾ അനൂപ് അംബിക. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO അനൂപ് അംബിക. കേരള ടൂറിസം ഡയറക്ടർ PB നു ആണ്. ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജറായി ചുമതലയേറ്റ ആദ്യ വനിതയാണ് CR ലൈജു മോൾ. ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജറായി ചുമതലയേറ്റ ആദ്യ വനിത CR ലൈജു മോൾ. മത്സ്യബന്ധന തുറമുഖ വകുപ്പിന് കീഴിലുള്ള കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ളയാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE-യുടെ ചെയർമാൻ K വരദരാജനാണ്. ചെയർമാൻ K വരദരാജൻ. KSFE-യുടെ ഒരു ചിട്ടിയായി പൈസ കിട്ടുക എന്ന് പറയുന്നത് വരം കിട്ടുന്ന പോലെയാണെന്ന് ഓർത്താൽ മതി, അതിനെപ്പറ്റി അറിയാവുന്നവർ. അപ്പോൾ K വരദരാജനാണ് KSFE ചെയർമാൻ. സപ്ലൈകോയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനാണ്. ശ്രീരാമനാണല്ലോ എല്ലാം സപ്ലൈ ചെയ്യുന്നത് എന്ന് ഓർത്താൽ മതി. രാമൻ, ശ്രീറാം, പിന്നെ രാമനുണ്ട്, വെങ്കിട്ടരാമൻ. ശ്രീരാമനാണ് ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധി സപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ചുമ്മാ അങ്ങനെ ഒരു ദൈവമായിട്ട് കണക്ക് ഇതൊക്കെ ഓർത്താൽ സംഭവം ഓർത്തിരിക്കുക. സപ്ലൈകോയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലിൻ്റെ SCRT-യുടെ ഡയറക്ടർ ജയപ്രകാശാണ്. ഡോക്ടർ ജയപ്രകാശ്.
സ്പൈസസ് ബോർഡ് ചെയർമാൻ AG തങ്കപ്പനാണ്. സ്പൈസസ് ബോർഡ് ചെയർമാൻ AG തങ്കപ്പൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ KATയുടെ ചെയർമാൻ CK അബ്ദുൾ റഹീമാണ്. കേരള സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കേരള സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് K ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരള സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്കാണ്. കേരള സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ജാഫർ മാലിക്കാണ്. കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ PS ശ്രീകല. കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ PS ശ്രീകല. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ KV മനോജ് കുമാർ. നമ്മൾ പറഞ്ഞായിരുന്നു. മലയാള സിനിമാ താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ വീണ്ടും ചുമതലയേറ്റു. ജനറൽ സെക്രട്ടറി ഇടവേള ബാബു. നെക്സ്റ്റ് പോയിന്റ്, മിൽമയുടെ ചെയർമാൻ KS മണിയാണ്. മിൽമയുടെ ചെയർമാൻ KS മണി. മിൽമയിൽ നിന്ന് പാലാണല്ലോ, പാലിൽ നിന്നാണല്ലോ മണി ലഭിക്കുന്നത്. മിൽമ മണി അങ്ങനെ പറയാൻ കാരണമുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരു കൾച്ചർ അനുസരിച്ച് എല്ലാ വീട്ടിലും ഒരു പശു വേണം. കാരണം പശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, പാല് കിട്ടും, അതുപോലെ പാല് മറ്റു വിഭവങ്ങൾ കിട്ടും പാലിൽ നിന്നുള്ളത്. അപ്പോൾ പശുവിന് ഒരു പൈസ ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ ഒരു ധനം തരുന്ന ഒരു ഇതായിട്ട് ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരു ചരിത്രവും ഇവിടുത്തെ ഒരു സംസ്കാരത്തിലുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ മിൽമയിൽ നിന്ന് പാലിലേക്ക് എത്തി, പാലിൽ നിന്ന് മണിയിലേക്ക് എത്താമല്ലോ. സോ മിൽമയുടെ ചെയർമാൻ മണിയാണെന്ന് ഓർത്തിരിക്കാമല്ലോ. KS മണി. മിൽമയുടെ ചെയർമാൻ KS മണി. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് ജൂറി ചെയർമാൻ ഗൗതം ഘോഷാണ്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ജൂറി ചെയർമാൻ ഗൗതം ഘോഷ്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദത്ത. NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദത്ത. BPRD ബ്യൂറോ ഓഫ് പബ്ലിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ശർമ്മയാണ്. BPRD ബ്യൂറോ ഓഫ് പബ്ലിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ശർമ്മ. NDRFിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ പീയൂഷ് ആനന്ദാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്താൻ കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ VK പോളാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്താൻ കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ VK പോളാണ്. 2024 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ PWD ഐക്കണായി തിരഞ്ഞെടുത്ത കായിക താരമാണ് ശീതൽ ദേവി. 2024 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ PWD ഐക്കണായി തിരഞ്ഞെടുത്ത കായിക താരം ശീതൽ ദേവിയാണ്. പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത് നവനീത് കുമാർ സേഗൽ. പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത് നവനീത് കുമാർ സേഗൽ. കുറച്ച് സ്പീഡിൽ പോവാണ്, കുറച്ചേറെ പോയിന്റുകളുണ്ട്. പുതിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, അതുപോലെ സുഖ്ബീർ സിംഗ് സന്ധു. അതൊന്ന് ഓർത്തിരുന്നോണം. പുതിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. അരുൺ ഗോയൽ രാജിവെച്ചതും അനൂപ് ചന്ദ്ര പാണ്ഡ്യയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നുമാണ് ഇവരുടെ പുതിയ നിയമനം. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് AS രാജീവ്. മലയാളിയായ AS രാജീവ് വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റു. കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി AS രാജീവ് ചുമതലയേറ്റു. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ കിഷോർ മക്വാന, അതുപോലെ കമ്മീഷനിലെ അംഗങ്ങൾ ലവ്കുഷ് കുമാർ, ബഡേപ്പള്ളി രാംചന്ദർ, ഇവരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ 6ാമത്തെ ചെയർപേഴ്സൺ വിജയ് സാംബ്ലയാണ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ 7ാമത്തേത് കിഷോർ മക്വാന. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ കിഷോർ മക്വാനയാണ്. 7ാമത് പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ കിഷോർ മക്വാന. നെക്സ്റ്റ് പോയിന്റ്, 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാ മൂർത്തിയാണ്. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാ മൂർത്തി. നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ടെസി തോമസ് ആണ്. നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ടെസി തോമസ്. 2024 ജനുവരിയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗമാണ് സത്നാം സിംഗ് സന്ധു. ചണ്ഡീഗഡ് സർവകലാശാലയുടെ സ്ഥാപകനാണ്. പുതിയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ MP ആണ് സത്നാം സിംഗ് സന്ധു. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയാണ് റീതു ബഹരി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത. പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് അപൂർവ ചന്ദ്രയാണ്. പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര. പുതിയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറിയായി നിയമിതനായത് സഞ്ജയ് ജാജു ആണ് പുതിയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. 2024 ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ഉപേന്ദ്ര ദ്വിവേദി. ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻ വിൽക്കറാണ് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സൺ. വേൾഡ് ഗോൾഡ് കൗൺസിലിൽ ഇന്ത്യയുടെ പുതിയ CEO ആയി നിയമിതനായത് സച്ചിൻ ജെയിൻ ആണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൽ ഇന്ത്യയുടെ പുതിയ CEO സച്ചിൻ ജെയിൻ.
16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയെ ഓർത്തിരിക്കുക. 16ാമത് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗ് ആദ്യ വൈസ് ചെയർമാനായിരുന്നു ഇദ്ദേഹം. 16ാമത് ധനകാര്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ അജയ് നാരായൺ ഝാ, ആനി ജോർജ് മാത്യു, മലയാളിയായ ആനി ജോർജ് മാത്യു, മനോജ് പാണ്ഡെ, അതുപോലെ സൗമ്യ കാന്തി ഘോഷ്, ഇവരൊക്കെ 16ാമത് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളാണ്. 16ാമത് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കെ സി നിയോഗിയാണ് ആദ്യത്തെ ചെയർമാൻ. അതോടെ ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. കെ സി നിയോഗിയാണ് ആദ്യത്തെ ചെയർമാൻ. ഇത് വൈയാട്ടോ. കെ സി നിയോഗി, പിന്നെ കെ സന്താനം, പിന്നെ എ കെ ചെത്ത, പി വി രാജമന്നാർ, അങ്ങനെ പോകും ധനകാര്യ കമ്മീഷൻ. അപ്പം 1, 2 ഓർത്തിരിക്കുക. കെ സി നിയോഗി, രണ്ടാമത്തെ കെ സന്താനം, ഇപ്പോൾ 16ാമത്തേത് അരവിന്ദ് പനഗരിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് IOA ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ CEO രഘുറാം അയ്യറാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ CEO രഘുറാം അയ്യർ. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP രശ്മി ശുക്ലയാണ്. ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഋത്തിക് റോഷനാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ പുതിയ ചെയർമാൻ അനിൽ കുമാർ ലഹോട്ടിയാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ ചെയർമാൻ PM പ്രസാദാണ്. നാസ്കോബിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നമ്പ്യാരാണ്. 2023 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര നടൻ രാജ്കുമാർ റാവു ആണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ 28ാമത് ഡയറക്ടർ ജനറൽ രഘു ശ്രീനിവാസനാണ്. സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകാം. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ്റെ പുതിയ ചെയർമാൻ ശ്രീനിവാസൻ K സ്വാമി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ KN ശാന്ത് കുമാർ. AMFI അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ പുതിയ ചെയർമാൻ നവനീത് മുനോട്ട്. ശ്രീ സോമനാഥ് ട്രസ്റ്റിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നരേന്ദ്രമോദി. UPI സേഫ്റ്റിയുടെ ബ്രാൻഡ് അംബാസഡർ പങ്കജ് ത്രിപാഠിയാണ്. ബോളിവുഡ് നടൻ പങ്കജ് ത്രിപാഠിയാണ് UPI സേഫ്റ്റിയുടെ ബ്രാൻഡ് അംബാസഡർ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. ഈ സ്ഥാനത്ത് നിന്ന് ആദ്യ ദളിതനാണ് അദ്ദേഹം. വിവരാവകാശ കമ്മീഷണർമാർ ആനന്ദി രാമലിംഗവും അതുപോലെ വിനോദ് കുമാർ തിവാരിയുമാണെന്ന് ഓർത്തിരിക്കുക. കുറച്ച് നിയമനങ്ങളൂടെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ PDF വായിച്ചൊന്ന് സെറ്റാക്കുക. അപ്പം നിയമനങ്ങളുടെ മുഴുവൻ PDF ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്.